നമസ്കാരം. കൂത്തുപറമ്പ് നിയോജകമണ്ഡലമാണ് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. 2016 കൂത്തുപറമ്പിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ 67,000 വോട്ടിന് LDF ഫ്രണ്ടിലായിരുന്നു, 54,000 വോട്ടിന് UDF, 12,000 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. NDAക്ക് 20,000 വോട്ടുണ്ട്. 2016 തന്നെ 20,000 വോട്ടുണ്ട്. ഇപ്പോൾ 2021 നോക്കുമ്പോൾ LDF, ഒരു മിനിറ്റ്, ഞാൻ 2016 ഒന്നുകൂടെ നോക്കുകയാണ്. 67,000 54,000 ആണ്. അത് കൂടിയിട്ടുണ്ട്. 70,000 വോട്ട് LDFന് എത്തിയിട്ടുണ്ട്. അതേപോലെ UDF വോട്ട് കൂടിയിട്ടുണ്ട്. NDA വോട്ട് 20,000 നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തമ്മിലുള്ള മാർജിൻ കുറഞ്ഞിരിക്കുകയാണ്, 9,000 വോട്ടിലോട്ട് കുറഞ്ഞിരിക്കുകയാണ്. 2024 ലോക്സഭയിൽ വീണ്ടും ലോക്സഭയിൽ മലബാറിലെ പലയിടത്തും അപ്രതീക്ഷിതമായിട്ട് UDF ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിയമസഭയെ പ്രതിഫലിക്കുമെന്ന് അറിയില്ല. എങ്കിലും ലോക്സഭയിലെ കൂത്തുപറമ്പ്, അത് വടകര മണ്ഡലത്തിലാണ് പെടുന്നത്. കൂത്തുപറമ്പ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ UDF 72,000 വോട്ടും LDF 61,000 വോട്ടും NDA 20,000 വോട്ടുമാണ്. ഇപ്പോൾ UDF ഒരു 10,000 വോട്ടിന് ലീഡ് എടുത്തിട്ടുണ്ട്. NDA കൺസിസ്റ്റൻ്റ് 20,000 വോട്ടുണ്ട്. ഇപ്പോൾ ഓരോ മുന്നണിയുടെയും വോട്ട് നോക്കുകയാണെങ്കിൽ 2016 67,000 വോട്ട് LDFനുണ്ടായിരുന്നത് 2021 70,000 3,000 വോട്ട് കൂടി. അത് 2024 ആയപ്പം ഒരു 9,000 വോട്ട് കുറഞ്ഞ് 61,000 വോട്ടായിട്ടുണ്ട്. UDF വീണ്ടും 2016 54,000 നിന്ന് 2021 61,000 ആയി, 7,000 വോട്ട് കൂടി. അതിൽ നിന്ന് 2024 ആയപ്പം 11,000 വോട്ടോളം കൂടിയാണ് 72,000 ആയത്. എൻ്റെ ഒരു സ്റ്റേബിൾ പെർഫോമൻസ്, 20,000-അടുത്ത് വോട്ട് എല്ലാ അസംബ്ലിയിൽ 20,000 21,000 വോട്ട് പാർട്ടി വോട്ടുണ്ട്. അത് കൂടിയില്ല, അത് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 3 അസംബ്ലി നോക്കുവാണെങ്കിൽ അസംബ്ലിയിൽ LDF ആണ് പെർഫോമൻസ് എങ്കിലും ലോക്സഭ ലാസ്റ്റ് കഴിഞ്ഞ ഇലക്ഷനായ ലോക്സഭയിൽ UDFന് ഒരു അപ്പർ ഹാൻഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മണ്ഡലം എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്കറിയത്തില്ല. ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല സ്റ്റേറ്റിൻ്റെ എങ്കിലും നമ്മൾ അതിനെല്ലാം സ്വാധീനമുണ്ട്. ഇപ്പം എങ്ങനെ പോകുമെന്നറിയില്ല. അപ്പം നിങ്ങളുടെ പ്രേക്ഷകർ, നിങ്ങൾക്ക് കൂത്തുപറമ്പിൽ ആരായിരിക്കും 2026 എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഇടുക. ഏതെങ്കിലും മണ്ഡലം അനലൈസ് ചെയ്യുന്ന കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലം കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അതേപോലെ ഇതേപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.